രേണുസുതയെ ഒന്ന് തള്ളിയാൽ അങ്ങ് സുധിച്ചേട്ടന്റെ അടുത്ത് പോകും. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ആര്യനാണ്. ഈ ആര്യൻ ഇത്ര വിവരമില്ലാത്ത വർത്താനം പറയുന്ന എന്ത് കഷ്ടമാണ്. ടാസ്കിനിടയിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങള് എന്ത് മോശമാണ്. ബിഗ് ബോസ് പലതും കണ്ട് സുഖിക്കാൻ തോന്നുന്നു. ഇവരെ തമ്മിൽ എല്ലാം തല്ലിപ്പിച്ച് അതിന്റെ ബിഗ് ബോസിന്റെ റേറ്റ് കൂട്ടുന്നത് ബിഗ് ബോസ് കണ്ട് സുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കണക്കിന് തെറ്റുമാണോ? ഇത് പബ്ലിക്കിൽ വളരെ ഇതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ്, നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. എന്തായാലും ശരി, ബിഗ് ബോസ് വീക്കിലി ടാസ്ക് ഇല്ല എന്ന് പറഞ്ഞിരുന്നിടത്ത് വീക്കിലി ടാസ്ക് അങ്ങോട്ട് കൊടുത്തെന്ന് പറഞ്ഞാല് ഇന്നത്തെ ടാസ്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എല്ലാ ടാസ്കിലും നിങ്ങൾ പരസ്പരം ടീമിനെ നിശ്ചയിക്കുക, പരസ്പരം നിങ്ങൾ ടീമിനെ നിശ്ചയിക്കുക എന്നൊക്കെ പറയുന്ന ബിഗ് ബോസിന്റെ പരുക്കൻ സൗണ്ട് അവിടെ വന്നില്ല. ബിഗ് ബോസ് തന്നെ ടീമിനെ അങ്ങോട്ട്, അതായത് ഈ അടിക്കുന്ന ടീമിനെ കൂടുതൽ അടുപ്പിക്കാനാണോ കൂടുതൽ സ്നേഹിപ്പിക്കാനാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ശരി, അങ്ങനെ പല 7 ടീമിനെ ഇട്ടിട്ടുള്ള കിരീട യുദ്ധം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ഇത് അഗ്രഷൻ, പിന്നെ റേസിങ്, അതുപോലെ തന്നെ മറ്റു കയ്യേറ്റം, ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഗെയിം ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ തൊപ്പി തട്ടിയെടുക്കുന്ന പരിപാടി എന്ന് പറയുമ്പോൾ ക്യാപ്റ്റന് പറ്റത്തില്ല. മറ്റു 2 പേർക്ക് ഈ ക്യാപ്റ്റന്റെ തൊപ്പി സംരക്ഷിക്കുകയും വേണം, മറ്റുള്ളവരുടെ തൊപ്പി എടുക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞ് അഗ്രഷൻ ഇല്ലാതെ മറ്റേ കയ്യേറ്റം ഇല്ലാതൊക്കെ എങ്ങനെ എടുക്കും? തൊപ്പി താ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് കൊടുക്കുക ഇല്ല. അപ്പൊ ഇതൊക്കെ ബിഗ് ബോസിന്റെ ഒരു കളികളാണ്. എന്തായാലും ശരി, ഈ ആടി നടക്കുന്നത് ഒരു ടാസ്കിലൂടെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. എന്നാലും രേണുസുതി ഫിസിക്കലി ഈ ഇത്രേ 21 പേരിലെ ഏറ്റവും വീക്ക് ഫിസിക്കൽ കണ്ടസ്റ്റന്റ് ആണ്. മറ്റ് ഓഡിയൻസ്, പബ്ലിക് സപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ രേണുസുതിക്ക് അത്യാവശ്യമുള്ളതാണ്, ഫാൻസും മറ്റു കാര്യങ്ങളൊക്കെ. എന്തായാലും ശരി, ആര്യന്റെ ഒക്കെ ഗ്രാഫ് എന്ന് പറഞ്ഞപ്പോ താഴെ പോയിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരുന്നത്. ദിനത്തിലെ ഷാനവാസിന് പരിക്ക് പറ്റി, അനീഷിന് പരിക്ക് പറ്റി, രേണുസുതിക്ക് തല കറങ്ങി വീണു. അപ്പം ഡോക്ടർക്ക് ഇന്ന് നല്ല പണിയുള്ള ദിവസമാണ്. എന്തായാലും ശരി, രേണുസുതി അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം നമ്മള് ശത്രുതയാണെങ്കിലും ശരി, ശത്രുക്കളായിക്കോട്ടെ, നമ്മൾ ഈ ഒരു മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ അറിയാതെ പോലും അറിഞ്ഞു പോലും വീഴരുത്. അഥവാ വീട് വഴുകി ചെന്ന് സാഷ്ടാംഗം വീണ് ക്ഷമ ചോദിച്ച് അന്നേരം അതിൽ നിന്ന് തടി വിടണം. പിന്നെ ഞാൻ പറഞ്ഞത് ടാസ്കിന്റെ ഭാഗമായിട്ടാണ്. കാര്യം അവര് ചത്ത അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ന്യായീകരണമാണ്. ഇതെന്ത് ബിഗ് ബോസ്, ഇവരൊന്നും ബിഗ് ബോസിന്റെ 19 സൽമാൻ ഖാന്റെ അടുത്തോട്ട് ഈ രൺബീർ കപൂറിനെയൊക്കെ വിടണം. ശരി, ഒടിച്ചു മടക്കി കൈ കൊടുക്കും. ലാലേട്ടൻ വളരെ സൗമ്യമായ രീതിയിൽ ഇങ്ങനെ തഴുകി കൊണ്ടുപോകുന്നോണ്ടായിരിക്കും ഇവർക്ക് കുഴപ്പമെന്ന് തോന്നും. എന്നാലും ശരി, ആര്യം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക, കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതിന് നമ്മള് ഒരു മോശം കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, ഇതിനകത്തില് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ബിഗ് ബോസ് എന്നല്ല ഒരിടത്തും ഒരു മനുഷ്യരും നടത്തരുത് എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.